ഇവിടെ നമ്മുടെ ചോട്ടാ ഭീമും അവരുടെ സുഹൃത്തുക്കളും ഒരു മന്ത്രവാദിനിയുടെ വീട്ടിൽ പണിയെടുത്ത് സഹായിച്ചു കൊടുക്കുകയാണ്. ഇതിനിടെ നമ്മുടെ കാളിയ അവന് പൊന്താത്ത ഒരു വലിയൊരു കുടമെടുത്ത് പൊന്തിക്കുകയാണ്. ഇത് കണ്ട ഡോലു പോലു അവനെ ഒന്ന് സഹായിക്കാനായി ഉന്തിയപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന സ്വർണത്തിന്റെ ലായനി മുഴുവൻ അവന്റെ ദേഹത്തേക്ക് വീണു പോവുകയാണ്. ഇത് കണ്ട് ദേഷ്യം പിടിച്ച കാളിയ അവർ രണ്ടുപേരെയും ദേഷ്യത്തോടെ വഴക്ക് പറയാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന ഒരു തോർത്തമുണ്ട് പിടിച്ചതും അത് സ്വർണമായി മാറി. അപ്പോൾ അവിടെ ഉണ്ട് മാന്ത്രികൻ എല്ലാവരോടുമായി ഓടി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. കാരണം അവൻ എന്തു തൊട്ടാലും അത് സ്വർണമായി മാറുമായിരുന്നു. അവരും ഓടിച്ചെന്ന് മാന്ത്രികന്റെ പിറക്കിലേക്ക് ഒളിച്ചു നിന്നു. ഇത് കണ്ട് കാളിയ വളരെയധികം സന്തോഷിച്ചു. അവൻ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം സ്വർണമാക്കി മാറ്റി. നടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കല്ലും സ്വർണമാക്കി മാറ്റി. എന്നിട്ട് കുറച്ച് സ്വർണ്ണമെടുത്ത് ലഡു വാങ്ങാനായി നമ്മുടെ ചുരുക്കിയുടെ അമ്മയുടെ അടുത്തേക്ക് പോയി. ചുരുക്കിയുടെ അമ്മ സന്തോഷത്തോടു കൂടി ലഡു കൊടുത്തതും ആ സ്വർണം കോയിൻ വാങ്ങിയതോടെ ചുരുക്കിയുടെ അമ്മയും സ്വർണമായി മാറി. ഇത് കണ്ട് കാളിയ നെട്ടിപ്പോയി. അവനൊട്ടും വിശപ്പ് സഹിക്കാനേ കഴിഞ്ഞില്ല. അവൻ ഓടിച്ചെന്ന് പട്ടണത്തിലേക്ക് ചെന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് വായിലേക്ക് ഒഴിച്ചതും ആ വെള്ളമെല്ലാം സ്വർണ്ണ കോയിനുകളായി പുറത്തേക്ക് തന്നെ വന്നു. ഇത് കണ്ട് നമ്മുടെ ഭീമ ഓടിച്ചെന്ന് പറഞ്ഞു ആ മന്ത്രവാദിയുടെ അടുത്ത് തന്നെ പോയി അതിനുള്ള പരിഹാരം തേടാനായി. പക്ഷെ കാളിയ സമ്മതിച്ചില്ല. കാളിയ പറഞ്ഞു ഞാൻ പോവില്ല, എനിക്ക് വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞ് മന്ത്രവാദിയുടെ അടുത്തേക്ക് പോകുന്നത് പേടിച്ച് കാളിയെ പുറകിലോട്ട് നടന്നപ്പോൾ ഒരു കള്ളത്തടിന് കാളിയെ താഴേക്ക് വീണു. അപ്പോൾ നമ്മുടെ ചുടുക്കിയുടെ ദേഹത്തേക്ക് അവന്റെ കൈ തട്ടിയതും ചുടുക്കി സ്വർണമായി മാറി. അങ്ങനെ നമ്മുടെ ഭീമ ചുടുക്കിന്റെ അമ്മയെ എടുത്ത് മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മുടെ കാളിയെയും ഓടിച്ചെന്ന് മന്ത്രവാദിയുടെ അടുത്തെത്തി. മന്ത്രവാദി കാളിയേക്ക് ഒരു മരുന്ന് കൊടുത്തു. ആ മരുന്നിന്റെ സ്മെല്ലടിച്ചപ്പോൾ തന്നെ കാളിക്ക് ഛർദ്ദിക്കാൻ വന്നു. കാളിയെ കുടിക്കാതെ ബാക്കിലേക്ക് നടന്നപ്പോൾ നമ്മുടെ ചോട്ടാ ഭീം ഒരു പെൻസിൽ കൊണ്ട് കാളിയുടെ ചന്തിക്ക് നോക്കി ഒരു കുത്തു കൊടുത്തു. അപ്പോൾ കാളിയെ ആർത്തപ്പോൾ ആ മരുന്ന് വേഗം വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ സ്വർണമായി മാറിയ എല്ലാ വസ്തുക്കളും പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. ചുടുക്കിയുടെ അമ്മയും പഴയ രൂപത്തിലായി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പഴയ രൂപത്തിലേക്ക് തിരിച്ചു വന്നു.